ഹായ്, ഇതാണ് എൻ്റെ കുടുംബജീവിതം, ഇതാണ് എൻ്റെ സന്തോഷം എന്നും പറഞ്ഞൊരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. അതെടുത്ത് നോക്കിയാൽ എല്ലാവർക്കും അറിയാൻ പറ്റും. ബാക്കി അടുത്ത എപ്പിസോഡാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അടുത്ത എപ്പിസോഡ് ഞാൻ തുടങ്ങുകയാണ്. ഞാൻ പറഞ്ഞല്ലോ വയറ്റിലെ വന്ന് സ്ഥലം വാങ്ങിച്ചത്. ഞാൻ അവിടെ മേടിക്കുമ്പോൾ ഒരു ഓടുമ്പേരായിരുന്നു. അപ്പോൾ അത് അന്നത്തെ ആ വർഷം ഭയങ്കര മഴയും വെള്ളപ്പൊക്കവും വന്നപ്പോഴാണ് ഇത് വെള്ളക്കെട്ട് ഭൂമിയാണെന്ന് മനസ്സിലായത്. നീന്തിയാണ് ഞങ്ങൾ കയറുന്നത്. അപ്പോൾ ഈ തോടടുത്തുള്ളതുകൊണ്ട് പാമ്പുകളും ഒക്കെ അങ്ങനെ ഇങ്ങനെ പോയി. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കണമല്ലോ. ഞാൻ പിന്നെ വീടിനെ പറ്റി ചിന്തിച്ചു. വീട് പൊക്കമായ പ്രശ്നമല്ലോ, വഴിയൊക്കെ പൊക്കാമല്ലോ. അങ്ങനെയാണ് ഞാൻ മുനിസിപ്പാലിറ്റി ചെന്ന് ചോദിക്കുന്നത്. ഇല്ലേ, നിങ്ങൾക്കിപ്പോൾ തരാൻ പറ്റില്ല, ഒരാൾക്കാർക്ക് കൊടുക്കാനുണ്ടെന്നുള്ളൂ. പിന്നെ ആ ഒരു ഇത് വിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് വീണ്ടും എന്ത് ചെയ്യണമെന്നും പറഞ്ഞ് ഞാനിപ്പോൾ ഒരു കട്ടീൻ്റെ സൈഡിൽ പോയി ഇങ്ങനെ ആലോചിക്കും, എന്ത് ചെയ്യണം ഈശ്വര എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. ദൈവമായിട്ട് ഇങ്ങനെ മനസ്സിൽ വന്നു കുറി വെക്കാം. അപ്പം 50,000 വെച്ച് 50,000 കിട്ടും, 1,00,000 വെച്ച് 1,00,000. അങ്ങനെ ഞാൻ കുറി വെച്ചിട്ട് ആദ്യത്തെ 50,000 കൊണ്ട് ഞാൻ അടിത്തറ കിട്ടാൻ നിന്നത്. കട്ടയും കല്ലും സാധനങ്ങളൊക്കെ ഞങ്ങൾ തന്നെ ചുമന്ന്, ഞാൻ ഹസ്ബൻഡോട് വൈകുന്നേരം രാത്രി 10 മണി വരെയൊക്കെ ചുമന്നിടും. കുഞ്ഞുങ്ങൾ ചെറുതായതുകൊണ്ട് അവർക്കാരെ കൂടി ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ഇത് കേൾക്കാൻ റെഡിയാണെങ്കിൽ ബാക്കി അടുത്ത എപ്പിസോഡിൽ പറയാം. ഞാൻ കുറേശ്ശെ ഇട്ടിടാം കേട്ടോ. എല്ലാവരും അത്